വാട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ റോഹ് തൊണ്ടാൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന സ്വിഫ്റ്റിൻ്റെ ഏറ്റവും ബേസിന് തൊട്ട് മേളിലുള്ള വേരിയൻ്റ്, അതായത് നമ്മുടെ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ VXI വേരിയൻ്റ് ആണ് കാണിക്കുന്നത്. ഓൺ റോഡ് ഓൾമോസ്റ്റ് 9,27,000 രൂപ വരുന്നൊരു വണ്ടിയാണിത്. വിത്ത് നമുക്ക്, അതായത് ഈ ഒരു വണ്ടിയുടെ കൂടെ ഇൻക്ലൂഡിങ് രജിസ്ട്രേഷൻ ആണ് ഈ 9,27 വരുന്നത്. അതായത് ഈ 9,27 നമുക്ക് ഈ വണ്ടിയിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളെല്ലാവരും അഡ്വർടൈസ്മെൻറ്റിൽ കണ്ട പോലെ ഒരു ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഫസ്റ്റ് മാരുതിയുടെ കാറാണ് ഒബ്വിയസ്ലി. അപ്പം നിങ്ങൾക്ക് ഒരു 9 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ഫാമിലി കാറാണ് നിങ്ങൾ നോക്കുന്നത്. അതായത് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നൊരു വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നത്. കാരണം സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ് ഈ വണ്ടിക്കകത്ത് എല്ലാ വേരിയൻറ്റിലും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മാരുതിയുടെ അതിൻ്റെ പേരിൽ സർവീസ് കോസ്റ്റും റിലയബിലിറ്റി എല്ലാം പക്കയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണിത്. നിലവിൽ ഈ വണ്ടി നമ്മുടെ മാടനട ഷോറൂമിലാണ് കിടക്കുന്നത്, സാരഥിയുടെ ഷോറൂമിലാണ് കിടക്കുന്നത്. വണ്ടി സെയിം നമ്മുടെ സ്വിഫ്റ്റിൽ വന്നുകൊണ്ടിരുന്ന സെയിം ആ ഒരു എഞ്ചിനാണ് ഇതിനകത്തേക്ക് വന്നത്. 3 സിലിണ്ടർ തന്നെയാണ്. വളരെ ഡീറ്റെയിൽസ് നോക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു DRലും കാര്യങ്ങളൊക്കെ കാണാം. ബട്ട് റൈറ്റ് നൗ ഈ ഇതിനകത്ത് ജസ്റ്റ് നോർമൽ ഒരു പ്രൊജക്ടർ ലാമ്പ് വരുന്നുണ്ട്, ഹാലജൻ LED ബൾബ് വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ ഫുൾ ഒരു പിയാനോ ബ്ലാക്ക് കണക്ക് ഒരു ട്രിം വരുന്നുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്രില്ലാണ് വരുന്നത്. ബമ്പറിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ സ്വിഫ്റ്റിൽ കണ്ട പോലെ ചെറിയൊരു താണ്ട ലൈക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സ്കേർട്ട് ചെയ്യുന്ന പോലൊക്കെ പറയാം. ആ ഒരു സെക്ഷൻ പോലെ താണ്ട ഇവിടെ ഉണ്ട്. ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് അത്യാവശ്യം ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം, ഇതിനകത്ത് ഫോഗ് ലാംപ്സ് വരുന്നില്ല. ബട്ട് അവിടെ ഒരു ഡെഡ് ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഗ് ലാംപ്സ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 14 ഇഞ്ചിൻ്റെ വീൽസാണ് വന്നേക്കുന്നത്. അലോയ്സ് അല്ല, നമുക്ക് സ്റ്റീൽ വീൽസാണ് വന്നേക്കുന്നത്. അത് ബ്ലാക്ക് ആണ് വരുന്നേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചാർക്കോൾ ഗ്രേ കണക്ക് വരുന്നൊരു കളറിനകത്ത് നമുക്ക് വീൽ ക്യാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്തും വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസും കാര്യമൊക്കെ ഉണ്ട്. മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. വിത്ത് ഓട്ടോ ഫോൾഡ് ആണ്. നമുക്ക് ഓട്ടോ ഫോൾഡ് ഫെസിലിറ്റി ഈ ഒരു VXIക്കകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഫെൻഡേഴ്സൊക്കെ അത്യാവശ്യം നേരത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് സ്ട്രോങ് ആണ്. നമുക്ക് പറഞ്ഞാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് വണ്ടിക്കുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഡോർ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഇപ്പം നമുക്ക് ഇതിനകത്ത് ലൈക്ക് അത്യാവശ്യം അടയ്ക്കുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെയിൽ ലാമ്പ് വരുന്നത്. ഈ ടെയിൽ ലാമ്പ് ആക്ച്വലി ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ നോക്കുന്ന സമയത്ത് നല്ലൊരു ഹൈലൈറ്റ് ആണ്. കാര്യം വെച്ചാൽ ഈ ഒരു ടെയിൽ ലാമ്പാണ് ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ വണ്ടിക്കൊരു ഭംഗി കൊടുക്കുന്ന. പിന്നെ ഇവിടെ ചെറിയൊരു ഡിക്കി സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റീന വരുന്നുണ്ട്. ഈ ഒരു സെക്ഷനിലൊക്കെ പിയാനോ ബ്ലാക്ക് ട്രിമ്മും അതിൻ്റെ കൂടെ ക്രോം എലമെൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി സെഡാൻ അതിൻ്റെ പേരിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് എന്തായാലും വണ്ടിയിൽ കിട്ടേണ്ടതാണ് കണ്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ബ്രേക്ക് ലാമ്പിൽ ഇവിടെ ലൈക്ക് ഒരു ബ്രേക്ക് ലൈറ്റ് വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഒബ്വിയസ്ലി നമുക്ക് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇനി ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ വേറൊരു കാര്യം, നമുക്ക് റൈറ്റ് നൗ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാര്യം ജസ്റ്റ് ഇപ്പോൾ തന്നെ ഷോറൂമിൽ നല്ല രീതിയിൽ തന്നെ റഷ് ഉണ്ട് ഈ ഒരു വണ്ടി നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇൻറ്റീരിയർ നോക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് തന്നെ കാണിച്ചു തരാം. ഈ VXI വേരിയൻറ്റിൽ ആദ്യമായിട്ടാണ് മാരുതിയുടെ ഒരു വണ്ടിക്ക് നമുക്ക് ബാക്കിൽ റിയർ AC കിട്ടുന്നത്. ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് റിയറിൽ AC വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആം റെസ്റ്റും ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നുണ്ട്. ആക്ച്വലി അത് നല്ലൊരു ഫീച്ചറാണ്. അതായത് നമുക്ക് ഈ ഒരു 9:30 ഈ ഒരു ആം റെസ്റ്റ് ഉൾപ്പെടെ ഒരു വണ്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ്. ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതൊരു പ്രീമിയം ക്ലാസ് ടച്ച് കിട്ടുന്ന രീതിക്ക് തന്നെയാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഫുള്ളി ഒരു ക്രീം ആൻഡ് ബ്ലാക്ക് തീമാണ് ഫുള്ളി അവർ ഉദ്ദേശിച്ചേക്കുന്നത്. നമുക്ക് ഈ ഒരു ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിലും വേണ്ട അത്യാവശ്യം എന്താ പറയുക, വണ്ടി കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം എങ്കിലും നമുക്ക് എന്താ പറയുക പുറമേ കണ്ടു കഴിഞ്ഞാൽ ഒരു ലക്ഷറി ഫീലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനൊക്കെ ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ചെയ്തേക്കുന്നത്. ബട്ട് നമുക്ക് ഫ്രണ്ടിൽ ആംറസ്റ്റ് വരുന്നില്ല. സ്റ്റിയറിംഗ് നോക്കുകയാണെന്ന് നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ ബലേനയിലൊക്കെ സീറ്റ വേരിയൻറ്റിൽ വരുന്ന പോലെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇനി വേറൊരു മെയിൻ ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ VXIക്കകത്ത് ആക്ച്വലി നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ആ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ വണ്ടിയുടെ അതാണ് സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഷോറൂമിൽ അത്യാവശ്യം നല്ല റഷുള്ള ടൈമാണ്. നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഹൈറ്റ് താണ്ട കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അത് VXIയിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. കാരണം എൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ ബലേനോടെ സീറ്റ വേരിയൻ്റാണ്. അതും നമുക്ക് 3rd വേരിയൻ്റ്, അതായത് ടോപ്പിന് തൊട്ട് താഴെ വരുന്ന സീറ്റ വേരിയൻറ്റിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങുന്ന. ബട്ട് ഈ ഒരു വണ്ടിക്കകത്ത് VXI തൊട്ട് ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക്
അകത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു USB ഇതാണ്ട, ലൈക്ക് ഈ ഒരു USB ഔട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ കുത്താനുള്ള സ്പേസ് അവിടെ ഉണ്ട്. നമുക്ക് ഇതാണ്ട് ഈ ഒരു സെക്ഷനിലായിട്ട് നമുക്ക് 2 ചാർജിങ് പോർട്ടും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ക്ലസ്റ്റർ നോക്കുന്ന സമയത്താണ് ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ക്ലസ്റ്റർ വ്യൂ. നമുക്ക് ലൈക്ക് വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഇൻറ്റീരിയർ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു വേരിയൻ്റകത്ത് സൺറൂഫ് ഇല്ല. നമ്മൾ ടോപ്പ് വരുമ്പോഴത്തേക്ക് സൺറൂഫ് വരും. ഇത് മാനുവൽ വണ്ടിയാണ്. നമ്മുടെ സെയിം ഈ കിടന്ന സ്വിഫ്റ്റിനകത്ത് വന്നുകൊണ്ടിരുന്ന സെയിം ആ ഒരു എൻജിൻ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. പിന്നെ നമുക്ക് താണ്ട് ഇതിനകത്ത് ലൈക്ക് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ഓട്ടോ ഹോൾഡ് അല്ല, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്, ട്രാക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഹെഡ് ലൈറ്റ് ലെവലേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു അതും പെട്രോൾ ലൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ളതുകൊണ്ട് ജസ്റ്റ് വണ്ടി ഓൺ ആക്കാനകത്ത് കീ ഉണ്ടോ എന്നറിയില്ല, കീ ഇല്ല. നമുക്ക് റൈറ്റ് നൗ ഷോറൂമിൽ റഷ് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാര്യം എല്ലാവരും നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും നോക്കുന്ന ഒരു വേരിയൻ്റ് ആയിരിക്കും ഈ ഒരു VXi എന്ന് പറയുന്നത്. അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു വേരിയൻ്റ് എടുക്കുന്നത്. ടോപ്പ് മോഡൽ, അതായത് നമ്മുടെ ZXi പ്ലസും ZXi ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ബട്ട് നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരിക്കും മേ ബി VXiയിൽ നമുക്ക് എന്താ കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് നമുക്ക് VXiയിൽ കിട്ടുന്നത്. ഈ വണ്ടിക്കകത്ത് നിലവിൽ ഫിനാൻസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതല്ല നിങ്ങൾക്കിപ്പം ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ലൊക്കേഷൻ കൊല്ലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ മാരുതിയുടെ മാടനടയുടെ ഷോറൂമിൽ വരുന്ന സാരഥി ഡീലർഷിപ്പിൽ വരുന്ന വർക്ക് ചെയ്യുന്ന നമ്മുടെ രാഹുൽ എന്ന് പറഞ്ഞിട്ട് ബ്രോ ഉണ്ട്. പുള്ളിയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവിനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും പുള്ളി കറക്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു വണ്ടി നിലവിൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയേ ഉള്ളൂ. അത് കറൻ്റ് നല്ല റഷായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഷോറൂമിൻ്റെ റഷ് കാണും. ഇതെല്ലാം ഈ ഒരു സ്വിഫ്റ്റ് ഡിസയർ നോക്കിയിട്ട് വന്നിട്ടുള്ള കസ്റ്റമേഴ്സാണ്. അപ്പം നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ നമ്മൾ ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും. അതിനകത്ത് ഈ വണ്ടിയുടെ പിക്കപ്പും കാര്യങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കിടക്കുന്ന ഈ കണ്ടീഷൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വണ്ടിക്ക് എങ്ങനെ പിക്കപ്പ് ഉണ്ടോ ഇല്ലേ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഡെഫിനറ്റ്ലി നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. സോ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വണ്ടിക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് എന്തൊക്കെ മോഡ്സ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ മേ ബി ഒരു വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കാം. സോ സ്റ്റേ ട്യൂൺ. ഞാൻ പറഞ്ഞാൽ ഈ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.